ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കേണ്ട ആരെ കേൾക്കാനാ? നിങ്ങളും ചിന്തിക്ക്, ഈ പായിപ്പാട് കൂടെ എത്രയോ പേര് നടക്കുന്ന, പള്ളിയില്ല, പട്ടവും ഇല്ല, കള്ളു പഠിച്ചിട്ട് റമദാനും പെരുന്നാളും നബിദിനവും എല്ലാം, അവൻ ഓണമുണ്ട്, ക്രിസ്മസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൻ എന്തിപ്പാ? അവനൊന്നുമില്ല. അവനെക്കുറിച്ച് അവനും കബറിനകത്ത് എന്താ വരുന്ന മലക്കേതാ വെച്ചാൽ അവൻ ഇങ്ങനെ വായും തുറന്നിരിക്കുക, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ? നമ്മളെന്തിനാ അവനെ പറയുന്നത്? ഇതൊക്കെ അറിയുന്ന ആളാ. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ വൈകുന്നേരം മൈക്ക് കിട്ടുമ്പോൾ ഇതുപോലെ കിടന്ന് വഴുത് പറയും. എൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കില്ല അറിയത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞേ. ഇതില്ല, എന്താ പറയാ, പറയുമ്പോൾ നല്ലതുപോലെ പറ. ആരുടെ ആമീൻ അള്ളാഹ് കേൾക്കണമെന്നറിയത്തില്ല. ചിലപ്പോൾ ഞാൻ നന്നായി പോയാലോ. ഒരാമീൻ പറഞ്ഞു, അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നന്നാക്കും. ഒന്ന് പറയാൻ സാരിയാണ്, ഒരു സ്നേഹമില്ല. ഇലക്ഷനൊക്കെ ജയിക്കണമെങ്കിൽ ആമീൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിൽക്കുന്നവരൊക്കെ ആദ്യം വന്ന് ഇമാമിനെ കണ്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കണം കേട്ടാ. ആദ്യം വന്ന് ഇമാമിനെ കാണണം ബർക്കത്തിനെട്ടാ. ഇൻഷാ അല്ലാഹ്. എന്നാ ഇപ്പം അത് എന്നാണ് അങ്ങോട്ടത്തെ പരിപാടി? 5-ാം തീയതി ഇൻഷാ അല്ലാഹ്. എല്ലാവരും വന്ന് ആദ്യം കേട്ടോ, മദർലാൻഡിലേക്കൊക്കെ നിങ്ങളെ കൊള്ളവരൊക്കെ എല്ലാവരും ആദ്യം വന്ന സ്ഥാനം കാണണം ബർക്കത്തായിട്ട്. എന്നിട്ട് വേണം. അൽഹംദുലില്ലാഹ്. ശരി, അതെന്തെങ്കിലും ആകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ മതിയായിരുന്നു. ആര് കയറിയാലും അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും, അത്ര തന്നെ. ആരൊക്കെ വിചാരിച്ചാലും അള്ളാഹു ആണല്ലോ അതൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണോ, അതിനുള്ള ഒരു എളുപ്പവഴിയാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാൽ, എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് അവൻ മുടങ്ങാതെ പറഞ്ഞാൽ, അവൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ ചങ്ങാതി, ഞാൻ കൊണ്ടുപോകാൻ നിന്നെ സ്വർഗത്തിൽ. കാരണം നീ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, നീ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവനാ. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വമാ, നബിയുടെ മഹത്വം അവിടെ നിന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് സിറാത്ത് കടക്കുന്നത്. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുന്നു, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 6ാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അൽ വസീല. അൽ വസീല എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ഉന്നതമായ ഒരു പദവിയാണ് അൽ വസീല. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു ഉന്നതമായ പദവിയാണ് ഇത്. അള്ളാഹുവിന്റെ പ്രവാചകന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ നിങ്ങളും ബാങ്ക് വിളിച്ച് കഴിയുമ്പോൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത. അവിടെ മുത്തുനബി ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. ഈ ദുആ ചെയ്യുന്നവനെ ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. ഈ ബാങ്ക് വിളിച്ചതിന് ശേഷം എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി, എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവനെ, എന്നോട് ശഫാഅത്ത് ചോദിക്കുന്നവനെ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിലെ ഉയർന്ന ഒരു പദവിയാണ് വസീല. ആ വസീല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് കൊടുക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല സമിഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫയഖൂലു മിസ്ല മാ യഖൂലു സുമ്മ സ്വല്ലു അലയ്യ ഫഇന്നഹു മൻ സ്വല്ല അലാ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അസറ സുമ്മ സല്ലല്ലാഹു ലി അൽ വസീല ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ لا تنبغي إلا لعبد من عباد الله.
മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അതാ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും പറയണേ, മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേൽ നിങ്ങൾ ചൊല്ലണം, നിങ്ങൾ സ്വലാത്ത് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, തീർച്ചയായും നിങ്ങൾ അത് ചോദിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കല്ലാതെ അനുയോജ്യമാകുന്നതല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബിലാൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ പറയണേ, ബാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും പറയണേ. ബാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും അതിന് പറയുന്നത് പോലെ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വലാത്ത് പറയണം, നിങ്ങൾ സ്വലാത്ത് പറയണം. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം, എനിക്ക് വസീല കിട്ടാൻ, എനിക്ക് വസീല കിട്ടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കാരണം അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് അനുയോജ്യമാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ വസീല മുത്തുനബിക്കുള്ളതാണ്. ആ വസീലയുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ഉയർന്ന സ്ഥാനമുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ഉയർന്ന പദവിയുണ്ടല്ലോ. ആ വസീല എന്ന പദവി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബിയുടെ ശ്രേഷ്ഠതയാണ്, മുത്തുനബിക്ക് മാത്രം പറയാൻ കഴിയുന്ന ശ്രേഷ്ഠതയാണ്. ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുത്തുനബിക്ക് നൽകപ്പെടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പരലോകത്ത് അല്ലാഹു നബിക്ക് മാത്രമായി നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അത് മുത്തുനബിയുടെ ശ്രേഷ്ഠതയാണ്, അത് മുത്തുനബിക്കല്ലേ കിട്ടോ. മഹാനായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായി ഞാൻ നിനക്ക് കൗസർ നൽകിയില്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഏഴാമത്തെ ശ്രേഷ്ഠത, അല്ലാഹു മുത്തുനബിക്ക് ഹൗദുൽ കൗസർ കൊടുത്തു എന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസർ എൻ്റെ അല്ലാഹു അത് കുടിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം എന്തെന്നറിയോ? നാളെ ഹൗദുൽ കൗസറിലെ വെള്ളവും എടുത്ത് മുത്തുനബി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ചിലർ ഓടി വരും. ചിലരിങ്ങനെ ഓടി വരുമ്പോൾ അടുത്തു വരുമ്പോഴത്തേക്ക് മലക്കുകളങ്ങും മറയിടും, മലക്കുകളും മറയിടും. ആ സമയത്ത് മുത്തുനബി പോലും പറയുവത്രേ, എനിക്ക് അവരെ അറിയാം, അവരെന്റെ ഉമ്മത്തല്ലേ, എനിക്ക് അവരെ അറിയാം, അവരെന്റെ ഉമ്മത്തല്ലേ, പിന്നെന്തിനാ അവരെ തടയുന്നത്? മലക്കുകൾ തടയുന്ന വിഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയും, എനിക്ക് അവരെ അറിയാം, എനിക്കറിയുന്ന ആൾക്കാരാ, എൻ്റെ ഉമ്മത്തല്ലേ, നിങ്ങൾ എന്തിനാ തടയണ? ഇല്ല നബിയെ, ഇല്ല നബിയെ, കൊടുക്കാൻ സമ്മതിക്കൂല, അവിടെ നിന്ന് തടയും. അല്ലാഹു ആ വിഭാഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹദീസൻ അനസ് റളിയല്ലാഹു തആല അൻഹു قال بين رسول الله صلى الله عليه وسلم ذات يوم
ബൈന അവിടുന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. പിന്നീട് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഞങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത്? സഹാബികൾ പറയാ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ പ്രവാചകൻ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഉറങ്ങും. അപ്പൊ ഇങ്ങനെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കാം. അനസ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങൾ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ, എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പൊ എന്റെ മേലൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് സൂറത്തുൽ കൗസർ ഇറങ്ങിയപ്പോഴാ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചത്. അല്ലാഹു ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കൂല. അതാ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം ഒരു മനുഷ്യൻ കുടിച്ചാൽ എന്താണ് ഹൗദുൽ കൗസർ, അതിന്റെ നീളം എന്താ, അതിനെക്കുറിച്ച് ഹദീസ് വ്യക്തമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൗദുൽ കൗസറിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അത് വല്ലാത്തത്, ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഹൗദുൽ കൗസർ അല്ലാതെ വേറൊരു വെള്ളമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നാളെ പരലോകത്തുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ നിന്ന് നോക്കിയാലും അമേരിക്ക കാണാം, അങ്ങനെ നിരന്നു കിടക്കാം. എങ്ങോട്ട് നോക്കിയാലും എല്ലാവരെയും കാണാൻ കഴിയും. ആ പരലോകത്ത് രണ്ട് പ്രത്യേകത ഉള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ അന്ന് തണലുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തുമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ മാത്രമേ എന്തുള്ളൂ, അവിടെ മാത്രമേ ഇത്തിരി തണലുള്ളൂ. വേറെ ഒരു സ്ഥലത്തും തണലില്ല. രണ്ട്, ആ ഹൗദിൽ മാത്രമേ വെള്ളമുള്ളൂ. വേറെ ഒരു സ്ഥലത്തും വെള്ളമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, ചെമ്പിന്റെ തറയിൽ നിൽക്കും, തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കും, ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കും. അപ്പൊ ഇന്നത്തെ നട്ടുച്ചയ്ക്ക് 15 ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ ഒരു കുപ്പി നമ്മൾ ഒറ്റയടിക്ക് കയറ്റും. അത്രയ്ക്കും ദാഹം. എങ്കിലും ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും ദാഹം? അള്ളാഹു നമ്മുടെ ദാഹം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതാ മരണത്തിന്റെ വേളയിൽ ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാലും തീരാത്ത ദാഹമുണ്ടാകുന്ന ചിലർക്ക്, മോശമായ മരണം കിട്ടുന്നവർക്ക്, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മോശമായവർ, അവരുടെ മരണസമയത്ത് ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും അവന്റെ ദാഹം തീരൂല. അത്രയ്ക്കും ദാഹമുണ്ടാകും. അപ്പൊ അതുകൊണ്ടാ ആ സമയത്തും ശപിക്കപ്പെട്ടവൻ വെള്ളവുമായിട്ട് വരുന്നവർ, വേറൊന്നും ആയിട്ടല്ല വരിക. നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി അവനും വെള്ളവും കൊണ്ടാ കടന്നു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാഹമില്ലാതെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദാഹം തീർന്നവരായി മരിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? ദാഹം തീർന്നവരായി മരിക്കാനുള്ള, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ആയത്ത് പറഞ്ഞു തന്നായിരുന്നു. ഏതായത്തായിരുന്നു? വെടികൊണ്ടതുപോലെ ഇരിക്കുക. നിങ്ങളോട് വേണം ഞാനതൊക്കെ പറഞ്ഞുതരാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്ന ആയത്ത്, എല്ലാ ദിവസവും ആ ആയത്ത് പാരായണം ചെയ്യുന്നവന് ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. 12 മണിവരെ നിന്ന് പറഞ്ഞു. 11:45 വരെ ആ ആയത്ത് എല്ലാവരും യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് തുടങ്ങുന്ന ഇത്രയും നീളമുള്ളൊരായത്ത്, ഇത്രയും നീളമൊന്നുമില്ല, ഇത്രയും നീളം. ആ ഒരു ആയത്തിന്റെ ഒരു പകുതി പോലും ഇല്ല, ഒരു 1/4 ഭാഗം ഇത്രേ ഉള്ളൂ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് ഇത്രയേ ഉള്ളൂ. ആ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നവൻ അള്ളാഹു തരുന്ന പ്രതിഫലം 11:45 വരെ പറഞ്ഞിട്ട് ഒരാഴ്ചയായില്ല. ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എന്നെ നോക്കിയത് സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണം ഞാനിനി മരിക്കുമ്പോൾ ദാഹം തീർന്നവരായി രീതിയിൽ മരിക്കാനുള്ള വഴി പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരായത്ത് പറഞ്ഞു തരാം, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഈ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന സമയം ദാഹം തീർന്നവരായി മരിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ചെയ്യുവോ?
എത്ര മാസം കാലാവധിയുണ്ട്? 6 മാസം. ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്ന് നിങ്ങൾ നിയത്ത് ചെയ്യുന്നു. ഈ ആയത്ത് ഇന്ന് ഓതിയിട്ട് വാ, നാളെ ഞാൻ പറഞ്ഞുതരാം ആയുസുണ്ടെങ്കിൽ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹിം ആണെന്ന് തോന്നും അല്ലേ? ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നിങ്ങൾ ഇന്നും ഓത്, എന്നിട്ട് നാളെ ഓതിയിട്ട് വാ ഇൻഷാ അല്ലാഹ്. നാളെ രാത്രി പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹം തീർന്നവരായി മരിക്കാനുള്ള എളുപ്പവഴി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാകു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് സൂറത്തുൽ കൗസർ അവിടെന്ന് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ പുഞ്ചിരിക്കുന്നത്? വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നബിയെ. സഹാബ, ജിബ്രീൽ ഒരു സൂറത്തുമായി കടന്നു വന്നു. അവിടുന്ന് കൗസർ പാരായണം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, കൗസർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയെ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. അതിൽ ധാരാളം നന്മകളുണ്ട്. അതിലൊരു അതൊരു ഹൗദായിരിക്കും. എന്റെ ഉമ്മത്ത് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. അള്ളാന്റെ റസൂല് പറയുകയാ, അതിലെ പാത്രങ്ങൾ പോലും നക്ഷത്രങ്ങളോളം ഉണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് രൂപമറിഞ്ഞു കൊടുക്കുകയാണ്. ആ ഹൗദുൽ കൗസറിലെ പാത്രങ്ങളുണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ കാണുമല്ലോ, ഇതുപോലെ ഇതിനകത്ത് പാത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു അരുവിയാണ് ഹൗദെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നിന്ന് കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വഹാബത്തിനോട് ഒരിക്കൽ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഞങ്ങൾ അങ്ങ് എവിടെ തിരയണം നബിയേ? എവിടാണെന്ന് കാണുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അങ്ങ് എവിടെ കാണും നബിയേ? ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും കോടതിയിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമല്ലോ. നിങ്ങൾ എവിടെ തിരയും നബിയേ? ഞങ്ങൾ എവിടെ തിരയും നബിയേ? റസൂലുള്ള 3 സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. എന്നെ അവിടെ തേടിയാ മതി. സഹാബ, എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തിരഞ്ഞു വരേണ്ട സ്ഥലം എവിടെയാണ്? 3 സ്ഥലങ്ങൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് സ്നേഹമില്ലല്ലോ. ആ പേര് കേട്ടാ സ്വലാത്ത് പറയാൻ മടിയാണ്. ഒരു 10 സ്വലാത്ത് പറയാൻ